ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയാണ് നമുക്ക് അവൽ വിളയിക്കുന്നതെന്ന് നോക്കാം. അതിന് ഈ എള്ള്, തേങ്ങാക്കൊത്ത്, കപ്പലണ്ടി, പൊട്ടുകടല ഇത്രയും കൂടെ നെയ്ക്കകത്ത് നന്നായിട്ട് മൂപ്പിച്ച് ചേർക്കണം. ഇത് അവസാനം ചേർക്കേണ്ടതാണ്, ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ നെയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് മാറ്റി വെച്ച് ആ പാത്രത്തിൽ തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ഒരു നൂൽ പരുവമായിട്ട്. ഈ ശർക്കരയ്ക്കകത്ത് അഴുക്കൊക്കെ കാണും. അതുകൊണ്ട് നമുക്കൊരു പാത്രത്തിൽ ശർക്കര എടുത്തിട്ട് നന്നായിട്ട് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു അരിപ്പയ്ക്കകത്ത് അരിച്ച് മാറ്റി വയ്ക്കണം. അല്ല, ആ ശർക്കരയ്ക്കകത്ത് ഒത്തിരി അഴുക്ക് കാണും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നത്. തിളപ്പിച്ച് ഈ പാത്രം നെയ്ക്കകത്ത് ഒഴിച്ച് ഈ ശർക്കര നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിച്ച് ഒരു നൂൽ പരുവമാകുമ്പോഴത്തേക്കിന് ഈ അവൽ ശർക്കരയ്ക്കകത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. നന്നായിട്ട് യോജിപ്പിച്ച് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കടലയും തേങ്ങാക്കൊത്തും ഇതെല്ലാം കൂടെ നമ്മൾ മൂപ്പിച്ച് മാറ്റി ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കണം. ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് റെഡിയാവും. ഇതിനകത്ത് ലാസ്റ്റാണ് ഏലക്കാപ്പൊടി ചേർക്കേണ്ടത്. ഏലക്കാപ്പൊടിയും കുറച്ച് ചുക്ക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ഇത് നമുക്ക് എത്ര ദിവസം വേണേലും ഫ്രിഡ്ജിനകത്ത് വെക്കാതെ ഉപയോഗിക്കാം.